യൂട്യൂബിലെയും ഇൻസ്റ്റഗ്രാമിലെയും താരമാണ് കോഴിക്കോട് ഫറൂഖ് സ്വദേശിനിയായ റിൻസി മുംതാസ്. മലയാള സിനിമയിലെ യുവതാരങ്ങൾക്കിടയിൽ സുപരിചിത. അടുത്ത കാലത്തിറങ്ങിയ പല ചിത്രങ്ങളുടെയും പ്രമോഷനും മറ്റ് പ്രചാരണ പരിപാടികളും ഏറ്റെടുത്തു നടത്തിയിരുന്നത് റിൻസിയായിരുന്നു. സെറ്റുകളിലും പ്രമോഷൻ പരിപാടികളിലും റിൻസി ഉണ്ടെങ്കിൽ അവിടെ രാസലഹരി ഒഴുകുമെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. 10 ലക്ഷം രൂപയാണ് ലഹരി ഇടപാടിനായി റിൻസി മുടക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. യുവതിയുടെ സഹായിയായി പ്രവർത്തിച്ചിരുന്ന യാസർ അറാഫത്ത് എന്ന യുവാവും അറസ്റ്റിലായിട്ടുണ്ട്. ലഹരി എത്തിച്ചു നൽകിയതും വേണ്ടവർക്ക് കൈമാറുന്നതുമെല്ലാം യാസറായിരുന്നു. സിനിമ PR കമ്പനിയായ ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റ്സിന്റെ ഭാഗമായിരുന്നു യുവതി. ലഹരി കേസിൽ പിടിയിലായതോടെ റിൻസിയെ ഒബ്സ്ക്യൂറ തള്ളിപ്പറഞ്ഞു. കൊച്ചിയിൽ പിടിയിലായ റിൻസി മുംതാസ് ഇടപാട് നടത്തിയവരുടെ ലിസ്റ്റ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സിനിമാ മേഖലയിലെ പ്രമുഖർക്ക് വരെ റിൻസി ലഹരി എത്തിച്ചെന്നാണ് പോലീസ് പറയുന്നത്. MDMA മാത്രമല്ല കൊക്കെയിനും സിനിമാക്കാർക്കായി എത്തിച്ചെന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട്. പണിമുടക്ക് ദിവസം കാക്കനാട്ടെ ഫ്ളാറ്റിൽ പരിശോധന നടത്തുമ്പോൾ ഡാൻസ് ഓഫിന്റെ ലക്ഷ്യം റിൻസി ആയിരുന്നില്ല. ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് രാസലഹരി എത്തിക്കുന്നവരിൽ പ്രധാനിയായ യാസർ അറഫാത്തിനെ തിരഞ്ഞെത്തിയവർക്ക് കിട്ടിയ ബോണസ് ആയിരുന്നു റിൻസി മുംതാസ്. യാസറിനൊപ്പം ഫ്ളാറ്റിലുണ്ടായിരുന്ന റിൻസിയുടെ ഫോൺ പരിശോധിച്ച ഡാൻസ് ഓഫ് സംഘം ഞെട്ടി. വാട്സ്ആപ്പ് ചാറ്റുകളിൽ വൻതോതിൽ ലഹരി വാങ്ങിയതിന്റെയും വിറ്റതിന്റെയും കണക്കുകളാണ് ഉണ്ടായിരുന്നത്. ഇടപാടുകാർ സിനിമാ രംഗത്തെ പ്രമുഖരാണ്. പണം കൈമാറാൻ ഗൂഗിൾ പേ മുതൽ ക്രിപ്റ്റോ കറൻസി വരെ ഉപയോഗിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപയുടെ ലഹരി കൈമാറ്റം റിൻസി നടത്തിയെന്ന് ഇതുവരെ ശേഖരിച്ച രേഖകളിൽ നിന്ന് വ്യക്തം. MDMA മാത്രമല്ല വില കൂടിയ കൊക്കെയിനും യാസർ വഴി റിൻസി കൊച്ചിയിലെത്തിച്ചു. രാസലഹരിയുടെ സിനിമാ കണക്ഷനും ഉപയോഗിക്കുന്നവരുടെ ലിസ്റ്റും റിൻസി പോലീസിന് കൈമാറിയിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലിനായി തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. തൃക്കാക്കര പോലീസ് നടത്തിയ പരിശോധനയിൽ കോഴിക്കോട് സ്വദേശികളായ റിൻസിയും സുഹൃത്ത് യാസർ അറാഫത്തുമാണ് കാക്കനാട് പാലച്ചുവട്ടിലെ ഫ്ളാറ്റിൽ വെച്ച് പിടിയിലായത്. ഇവരിൽ നിന്ന് 22.5 ഗ്രാം MDMAയും പിടിച്ചെടുത്തു. രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഡാൻസ് ഓഫ് സംഘത്തിന്റെ പരിശോധന. കൊച്ചി നഗരത്തിൽ MDMA വിൽക്കുന്ന സംഘത്തിൽപ്പെട്ടവരാണോ ഇവരെന്ന സംശയം ആദ്യം മുതലുണ്ടായിരുന്നു. ഇവർക്ക് എവിടെ നിന്നാണ് ഇത്രയധികം MDMA ലഭിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. സുഹൃത്തിൽ നിന്നാണ് ലഹരി വസ്തു പിടിച്ചതെന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും പോലീസ് ഇത് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. യൂട്യൂബർ കൂടിയായ റിൻസി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഉടമ കൂടിയാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും അളവിലുള്ള MDMA സിനിമാക്കാർക്ക് നൽകാൻ എത്തിച്ചതാണോ എന്ന സംശയവും ആദ്യമേ തന്നെ പോലീസിനുണ്ടായിരുന്നു. ഇതിനിടയിൽ തന്നെയാണ് റിൻസി ഉണ്ണിമുകുന്ദന്റെ പുതിയ മാനേജറാണെന്ന രീതിയിലുള്ള പ്രചാരണവും സോഷ്യൽ മീഡിയയിൽ ശക്തമായത്. ചില സിനിമാ ഗ്രൂപ്പുകളിലടക്കം ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. ഉണ്ണിമുകുന്ദനുമായി ബന്ധപ്പെടുത്തിയതിനാൽ തന്നെ കുറിപ്പുകൾ വേഗത്തിൽ ഷെയർ പെടാനും തുടങ്ങി. ഇതോടെയാണ് വിഷയത്തിൽ ശക്തമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് ഉണ്ണിമുകുന്ദൻ തന്നെ രംഗത്തു വന്നത്. തന്നെ പ്രതിനിധീകരിക്കുന്ന ഒരു പേഴ്സണൽ മാനേജർ ഇല്ലെന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്നും ഉണ്ണിമുകുന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.